മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങളാണ്. ആണെങ്കിൽ എന്ത് തരം ഭക്ഷണം നമ്മൾ കഴിച്ചാലും, ഏതെല്ലാം വിദേശിയായിട്ടുള്ളതും സ്വദേശിയായിട്ടുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കഴിച്ചാലും നമ്മുടെ നാടൻ, നമ്മുടെ മലയാളിത്വമുള്ള ഭക്ഷണത്തോടൊരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ മത്സ്യത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതിനോടുള്ള ഇഷ്ടം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും മത്സ്യം തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മത്സ്യം എന്ന് പറഞ്ഞാൽ പല വിലയ്ക്കുള്ള മത്സ്യം കിട്ടും. ഇപ്പോൾ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മട്ടണോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. അതിനൊരു കിലോയ്ക്ക് ഇത്ര വില എന്നുള്ള മാർക്കറ്റ് റേറ്റ് ഉണ്ട്. മത്സ്യമാകുമ്പോൾ പലതരം മീനുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള മത്സ്യം ധാരാളമായിട്ട് കിട്ടും. പണ്ടൊക്കെ നമുക്ക് 20 രൂപയ്ക്ക് 25 രൂപയ്ക്ക് മീൻ കിട്ടും. പക്ഷേ ഇപ്പോൾ ആ ഒരു റേഞ്ച് മാറിയിട്ടുണ്ട്. മിനിമം ഒരു 50 രൂപയെങ്കിലും മുടക്കണം. എങ്കിലും കൊഴുവ പോലെയുള്ള മീൻ അല്ലെങ്കിൽ മത്തി പോലെയുള്ള കാര്യം ഇതൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ എങ്ങനെയാണ്, നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ മിക്കവാറും എല്ലാ ദിവസവും മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെപ്പോഴും വലിയ കൂടിയ മത്സ്യമൊന്നും അല്ലല്ലോ വാങ്ങുന്നത്. അപ്പോൾ സാധാരണ മത്സ്യവും വാങ്ങാറുണ്ട്. അപ്പോൾ അത്തരം മത്സ്യത്തിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് മത്തി. പ്രത്യേകിച്ച് പറഞ്ഞാൽ നെയ്മത്തിയൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, കുറേ ആമുഖമായില്ലേ. ഇത് മത്സ്യം കൊണ്ടുള്ളൊരു വിഭവമാണ്. അത് മത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നെയ്മത്തി കൊണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നാടൻ ചാള എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള മീൻ കൊണ്ടും തയ്യാറാക്കാം. എന്തായാലും മത്തി കൊണ്ടുള്ള ഒരു നാടൻ കറി, ഇതിൻ്റെ പേര് തന്നെ വളരെ രസകരമാണ്. മത്തി പുളിഞ്ചിക്കുത്തി എന്നാണ്. അപ്പോൾ പുളിഞ്ചിക്കുത്തി എന്ന് പറഞ്ഞാൽ എന്താ? പുളിഞ്ചിക്ക എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ വീട്ടുമുറ്റത്തുള്ളൊരു കാര്യമാണ്. നമ്മളുടെ വീടുകളിലൊക്കെ മിക്കവാറും ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഐദർ വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ ബാക്കിലായിരിക്കും. പുളിഞ്ചിക്ക പിന്നെ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പുളിഞ്ചിക്ക കൊണ്ട് നമ്മളൊരു മത്തിക്കറി തയ്യാറാക്കാൻ പോവാണ്. വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി 12 എണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തത്, സവാള ഒരു വലുതിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 5 എണ്ണം വലുത്, ചെറിയ ഉള്ളി 8 മുതൽ 10 എണ്ണം വരെ, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ, പുളിഞ്ചിക്ക 10-15 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 2.5 കപ്പ്. അപ്പോൾ നമ്മളുടെ മത്തി പുളിഞ്ചിക്കുത്ത് തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുളിഞ്ചിക്ക എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കാണല്ലോ. ഇതാണ് നമ്മളുടെ പുളിഞ്ചിക്ക. വീട്ടുമുറ്റത്തുള്ള കാര്യമാണ്. ഇത് പല സൈസിൽ കിട്ടും. ഇച്ചിരി ചെറുത് കിട്ടും, വലുത് കിട്ടും. അപ്പോൾ ഞാനൊരു അളവ് പറയുന്നത്, ഒരുവിധം വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കാം. ഒരു 6 എണ്ണം നമ്മൾക്ക് ചതയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 4 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചും ഉപയോഗിക്കാം. അപ്പോൾ 2 ആയിട്ട് എടുക്കുക. 10 പുളിഞ്ചിക്കയാണെങ്കിൽ അതിലൊരു 6 എണ്ണം ചതയ്ക്കാനും ഒരു 4 എണ്ണം നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിക്കാനും. സൈസ് ചെറുതാണെങ്കിൽ എണ്ണത്തിൻ്റെ അളവ് കൂട്ടുക. 10 എന്നുള്ളത് 15 വരെ ആകാം. അപ്പോൾ അത് നോക്കിയിട്ട് പുളിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ. പുളിഞ്ചിക്ക അരിഞ്ഞത് മാറ്റി വയ്ക്കാം. ചതയ്ക്കാനുള്ള പുളിഞ്ചിക്കയും അതിനോടൊപ്പം ഒരു 5 വലിയ പച്ചമുളക്, അപ്പോൾ നല്ല എരിവുള്ള 5 പച്ചമുളക്, പിന്നെന്താ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചു എന്നേ ഉള്ളൂ. ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 7, 8, 10 ചെറിയ ഉള്ളി, അത് ആവശ്യാനുസരണം. നല്ലൊരു 8 മതിയാകും. വലുതാണെങ്കിൽ 8 മതി, ചെറുതാണെങ്കിൽ കൂടുതൽ. ഒരു 8 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ ആദ്യം. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നാടൻ ചാളയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കറിയുടെ ഒരു പ്രധാന കാര്യം. അപ്പോൾ ഒരു 10, 12, 15 ആയാലും കുഴപ്പമില്ല, സൈസ് അനുസരിച്ച്. ഇത് ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കാം, എന്നിട്ടൊരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ അരച്ച കാര്യം ഇവിടെ റെഡിയാണ്, ചതച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ 6 വലിയ പുളിഞ്ചിക്കയുണ്ട്. 6 അല്ലെങ്കിൽ 8 വലിയ പുളിഞ്ചിക്കയാകാം. നല്ല വലുതാണെങ്കിൽ 6 മതി, ഇല്ലെങ്കിൽ 8, 10 ആകാം. പിന്നെ ഒരു 5 പച്ചമുളകുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്, കൊച്ചുള്ളി 8 എണ്ണം ഉണ്ട്. ഇതിവിടെ റെഡിയാണ്. ജസ്റ്റ് ഒരു 2 ബീറ്റിങ്ങേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്നാക്കി, അത് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്നാക്കി ചെറിയ ബൗളിൽ മിക്സിയിൽ റെഡിയാണ്. ഇനി ഒരു സവാളയുടെ പകുതി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്കാണ് നമ്മൾ ആദ്യം സവാള അരിഞ്ഞത് ചേർക്കാൻ പോവാണ്. എണ്ണ ചെറുതായി ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ സവാളയുടെ നിറം ഒന്ന് മാറണം. അതിനോടൊപ്പം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില എപ്പോഴും നമ്മളുടെ നാടൻ വിഭവങ്ങളുടെ ഭാഗമാണ്.
നല്ലൊരു കോമ്പിനേഷനാണ്. അത് നല്ല വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും സവാളയും ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട്. അപ്പോൾ ഈ ചതച്ച കൂട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു 8 ചെറിയ ഉള്ളി, ഒരു 6 7 അല്ലെങ്കിൽ വലിയ പുളിഞ്ചിക്കയാണെങ്കിൽ ഒരു 6 എണ്ണം അല്ലെങ്കിൽ 8 മുതൽ 10 വരെ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഇതെല്ലാം കൂടി ചതച്ചതാണ്. അതും കൂടി ചേർക്കുന്നു. ഇതിനോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. എന്തായാലും നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് കുറച്ച് ഒരു തിള വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം 2 മുതൽ 2.5 കപ്പ് വെള്ളം വരെ എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ തിള വന്ന് തുടങ്ങി. അരപ്പിൽ നമ്മൾ ചതച്ച മസാലയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഇതിപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചാണ്. എത്ര ചാറ് വേണം നമ്മളുടെ മീൻ വേകാൻ ആവശ്യമുള്ള അരപ്പ്? അപ്പോൾ ഏതാണ്ട് 2.5 കപ്പ് തന്നെ വേണം. 2.5 മുതൽ 3 കപ്പ് വരെ ആകാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനിയാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഹീറ്റ് മുളക് പൊടി ചേർക്കാം. അപ്പോൾ കളറ് മാറുന്നത് കണ്ടോ? ഒരു ഓറഞ്ച് റെഡ് കളറായി മാറി. അപ്പോൾ മഞ്ഞ നിറമൊക്കെ മാറി ഒരു മീൻ കറിയുടെ കളറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മുളകിൻ്റെ അളവ് ആവശ്യാനുസരണമാണ്. എത്ര എരിവ് വേണം എന്നുള്ളത്. ഇത് അത്ര ഭയങ്കര എരിവല്ല, ഒരു ആവറേജ് എരിവാണ്. ഇച്ചിരി കൂടെ എരിവുള്ളൊരു കറിയാണ് വേണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. കാര്യം നമ്മൾ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് മറക്കണ്ട. അപ്പോൾ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണം. അപ്പോൾ ഇത് നെയ്മത്തി ആകാം, അതല്ലെങ്കിൽ നാടൻ ചാളയാകാം. ഈ മക്രോണി എന്ന് പറയുന്ന നമ്മുടെ മത്തി, അതാണ് നല്ല സ്വാദായിരിക്കും. അത് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത്തരം മത്സ്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിന് പറ്റിയൊരു ഗ്രേവിയാണിത്. അപ്പോൾ നമ്മളുടെ മത്തി എല്ലാം, ചെറിയ മത്തിയായിരുന്നു, മത്തിയെല്ലാം നമ്മൾ അതിൻ്റെ ചാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഉപ്പെല്ലാം ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിലും ചേർക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടിയാൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കുറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കൂട്ടാം. പിന്നെ ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുണ്ട്, എങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ പുളി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടൊരു 10 പുളിഞ്ചിക്കയാണ് വേണ്ടത്. ഒരു 6 എണ്ണം ചതച്ച് ചേർത്തു, വലിയ സൈസ്. ഇനി ഒരു 4 എണ്ണം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ മുറിച്ച് വെക്കുന്ന പോലെ അതും കൂടി ചേർക്കാം. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല, ചിലർക്ക് നല്ല പുളി ഇഷ്ടമാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പോഴാണ് മീനിൻ്റെ ഒരു മണം വരുന്നത്. ഉലുവാപ്പൊടിയും കൂടി ചേർക്കണം. ഉലുവാപ്പൊടിയും ചേർക്കണം. ഇനി നമ്മൾ തവിയിട്ടൊന്നും ഇളക്കണ്ട. ഇനി ചുറ്റിക്കൽ മാത്രം മതി. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് നല്ലൊരു തിള വരട്ടെ. തിള വന്ന് ഒന്ന് അടച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തീ അല്പം കുറച്ചിട്ട് കുറച്ച് നേരം കൂടി വേണമെങ്കിൽ അടപ്പിരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് അടപ്പ് തുറന്ന് കുറച്ച് നേരം ഈ ചാറൊന്ന് കുറുകാനായിട്ട് വേവിക്കണം. അപ്പോൾ മത്തിയെല്ലാം നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി കഴിയുമ്പോൾ നമ്മളുടെ കറി റെഡിയാകും. അപ്പോൾ മത്തി പുളിഞ്ചിക്കുത്തി എന്നുള്ള നമ്മുടെ നാടൻ കറി റെഡിയായി കിട്ടും. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മത്തി പുളിഞ്ചിക്കുത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനത്തെ അലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കറിവേപ്പില തന്നെയാണ് നല്ലത്. കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടാം. ഇങ്ങനെ
കാരണം ഈ ചട്ടിക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ ആ തിള ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ അനക്കാണ്ട് ഒരു സൈഡിലേക്ക് വെക്കാം. പാത്രം അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ആ ചട്ടിയുടെ രുചിയും ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റി നല്ല ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കണം. ഭയങ്കര ചൂടോടുകൂടി ഇപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതൊന്ന് ഇരുന്ന് ആ ചട്ടിയുടെ ഒരു സ്വാദൊക്കെ ഇറങ്ങി അതിൻ്റേതായ ആ ഒരു പുളിയും എരിവും ഒക്കെ ഇറങ്ങി ഉപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അങ്ങനെ നല്ല സ്വാദായിട്ട് ഇങ്ങനെ ആവശ്യത്തിന് തണുത്ത് കഴിയുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത്. നല്ല വെള്ളച്ചോറ്, നല്ല വേവിച്ച ചോറ്, അല്ലെങ്കിൽ നല്ല ആപ്പം, അതല്ലെങ്കിൽ നല്ല കപ്പ വേവിച്ചത്. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്തായാലും പുളിഞ്ചിക്കയുടെ പുളിയും ആ ഒരു രുചിയും അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നല്ല സ്വാദുള്ളൊരു കറിയായി മാറുന്നു. അപ്പോൾ മത്തി ഇഷ്ടമുള്ള തരം എടുക്കുക. നാടൻ മത്തി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ നെയ്മത്തി അതായിരിക്കും ഏറ്റവും നല്ല അതിൻ്റെ നെയ്യും എല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു എളുപ്പക്കാരിയാണ്. എളുപ്പക്കാരി എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര ചൂടത്ത് നിന്ന് നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വളരെ തണുത്തത് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക? സാധാരണ നമ്മളൊരു മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കും. അപ്പോൾ അതുപോലൊരു കാര്യം തന്നെയാണ് ഇതൊരു സ്മൂത്തി എന്ന് വേണമെങ്കിൽ പറയാം. സ്മൂത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മിൽക്ക് ഷേക്ക് പോലെയൊക്കെ തന്നെ ആണ്, എങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇതൊരു മുഖ സ്മൂത്തിയാണ്. മുഖ സ്മൂത്തി എന്ന് പറയുമ്പോൾ ഇതൊരു കോഫി ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷനാണ്. ചോക്ലേറ്റ് ആണോ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് മാത്രമല്ല, കോഫി ആണോ എന്ന് വെച്ചാൽ കോഫി മാത്രമല്ല, രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിൽ. അപ്പോൾ ഒരു മുഖ സ്മൂത്തി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ, പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രോസൺ ആക്കി എടുത്തത് 1/2 ലിറ്റർ, പഞ്ചസാര 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 മുതൽ 1 കപ്പ് വരെ, ഫ്രഷ് ക്രീം 1/2 കപ്പ്. അപ്പോൾ നമ്മളുടെ മുക്ക സ്മൂത്തി റെഡിയാക്കാം. ആദ്യം നമ്മൾക്ക് ഫ്രോസൺ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇത് 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് ഐസ് പോലെ കട്ടിയാക്കി എടുത്തത്, എന്നിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് പാടല്ലേ ബ്ലെൻഡറിലിടാൻ. ഇനി ഇതിലേക്ക് ഇതൊരു മൊക്ക സ്മൂത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് കോഫി ആൻഡ് ചോക്ലേറ്റ്. അപ്പോൾ 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ, അതിനോടൊപ്പം പഞ്ചസാര നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്, എത്ര വേണമെങ്കിലും ആകാം. 2 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇടാം. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഏതാണ്ട് 3/4 കപ്പോളം ഗ്രേറ്റഡ് ചോക്ലേറ്റാണ്. അത് ആവശ്യാനുസരണം കുറച്ചിടാം. ഒരു 1/2 കപ്പ് വരെ ആദ്യം ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 3/4 വേണമെങ്കിൽ അങ്ങനെ ഇടാം. എത്രത്തോളം നമുക്കൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടം അതനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഏതാണ്ട് 1/2 കപ്പ്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ചോക്ലേറ്റും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ടൊരു 3/4 കപ്പോളം ചോക്ലേറ്റ്, അത്ര ഇട്ടല്ല കൂടുതൽ നല്ല ടേസ്റ്റാണ്. 1 ടീസ്പൂൺ ഓഫ് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ചേർത്തത്. പിന്നെ മധുരം ഇഷ്ടാനുസരണം, രണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്, ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ആകാം, നോക്കാം.
അങ്ങനെ നമ്മളുടെ മൊക്ക സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഗ്ലാസ്സിലേക്കൊന്ന് പകർന്നൊഴിക്കാം. അങ്ങനെ നമ്മളുടെ മൊക്ക സ്മൂത്തി ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇങ്ങനെ ഡസ്റ്റ് ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സും പിന്നെന്താ വേണ്ടേ, കുറച്ച് കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി ഒരൽപ്പം, മതി. അങ്ങനെ ഒരു അലങ്കാരവുമായി. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാവും. കാര്യം ഇത് ഫുൾ ചോക്ലേറ്റും ഒരു ലൈറ്റായിട്ടൊരു കോഫി ഫ്ലേവറും കൂടി ചേർന്ന് വരുന്നതാണ്. ഇത് നമ്മുടെ മൊക്ക സ്മൂത്തി. ഇതിൽ ഫ്രഷ് ക്രീമുണ്ട്, അരക്കപ്പോളം ഉണ്ട്, പിന്നെ പഞ്ചസാര 4 മുതൽ 3, 4, 5 ടേബിൾ സ്പൂൺ മധുരത്തിന് ഇഷ്ടം അനുസരിച്ചിട്ട്, 1/2 ലിറ്റർ പാല് ഫ്രോസൺ. പിന്നെ നമ്മളെന്താ ചേർത്തേ, ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ധാരാളം ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 3/4 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്മൂത്തിയാണിത്. കാണാനും നല്ല ഭംഗിയാണ്. എന്തോ ഭയങ്കര എന്താ പറയുക, ഒരു എക്സോട്ടിക്കായിട്ട് നമ്മൾ എന്താണ്ട് ചെയ്ത പോലെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ചെയ്ത് കൊടുക്കാം. വീട്ടിലെ ആൾക്കാർക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു മത്തിക്കറിയായിരുന്നു. പുളിഞ്ചിക്ക ചേർത്ത മത്തിയാണ്. അപ്പോൾ മത്തി പുളിഞ്ചിക്കുത്തി എന്തായാലും പരീക്ഷിക്കുക. രണ്ടാമത് കാണിച്ചതും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, ഒരു സ്മൂത്തിയാണ്, മൊക്ക സ്മൂത്തി. അപ്പോൾ ഒരു കോഫി ഇഷ്ടപ്പെടുന്നവരും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും 2 കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അത്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ